ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വേഗം തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മളിതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ഈ ഒരു റെസിപ്പീനെ കൂടുതൽ ടേസ്റ്റിയാക്കും. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോണുള്ള ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് എടുക്കുന്നതിനെക്കാട്ടും ബോണുള്ള ചിക്കൻ എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണ് കശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, ഇനി ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡറും, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഈ ചിക്കൻ്റെ ഫ്രൈയെ അടിപൊളി ടേസ്റ്റി ആക്കുന്ന ഒറിഗാനോ പൗഡറാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണ് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഞാനിപ്പോൾ 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. നല്ല കട്ടിയുള്ള കുറച്ച് പുളിയുള്ള തൈര് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിലുള്ള മസാലയെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് മിക്സായി കിട്ടണം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് 1.5 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റണം. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെയുള്ള കറികളും ചോറ് എല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് മാറിനേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളിച്ചെണ്ണ നമുക്ക് ഒന്ന് ചൂടായി കിട്ടുമ്പോൾ ഇതുപോലെ ഒരു 3 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഒന്ന് ചെറിയതായിട്ട് കളറൊന്ന് മാറി വരണം. ഇത് നമുക്ക് ഭയങ്കര ബ്രൗൺ കളറായിട്ട് കിട്ടേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. ഞാൻ ഇതിലൊരു 4 വലിയ പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. ഇതുപോലെ നടുകെ കയറിയിട്ടാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ചെറുതായിട്ട് കളറെല്ലാം മാറി വരുന്നുണ്ട്. ഇനി ആ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും നമുക്കിതിലേക്ക് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ചേർക്കേണ്ടത്. നമ്മളിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും വേറെ വേറെ ചതച്ചിട്ടാണ് ചേർക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിടാം. നേരത്തെ നമ്മൾ ചിക്കനിൽ നന്നായിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ നല്ല മൂത്ത് വന്ന് ഇതിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും, ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് 2 ടീസ്പൂണ് ചുവപ്പ് മുളക് പൊടിയും ചേർക്കാം. ഞാനിതിൽ കശ്മീരി ചില്ലി തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളിപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുരുമുളകും ഉണ്ട് ഇതിൽ, പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും ഉണ്ട്. ഇതിൻ്റെ എല്ലാം എരിവ് തന്നെ ഇതിന് മതിയാകും. കാശ്മീരി ചില്ലി ചേർക്കുമ്പോൾ നല്ലൊരു കളറും കൂടി ഇതിന് നമ്മൾ ഒരു ചിക്കൻ ഫ്രൈക്ക് കിട്ടും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് മാറ്റാം. എല്ലാം ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ മസാലയും ഈ ചിക്കനും നന്നായിട്ട് ഒന്ന് മിക്സായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ മസാലയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കിത് കുറച്ച് സമയം എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിക്കാം. ഇപ്പം ഞാനിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് കുറച്ച് സമയത്തേക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് പിന്നെയും മൂടി വെക്കണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു 1/2 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോൾ ഒഴിക്കുന്നത്. അത് ഞാൻ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ മിക്സും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളം ഒഴിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ മൂടി തുറന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് പിന്നെയും
മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അത് അടിയിൽ പിടിച്ചു പോയി കഴിഞ്ഞാൽ നമ്മളെ കറിയൊന്നും ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ ഈ മൂടി വെച്ച് എന്ന് ഇടയ്ക്കിടയ്ക്കേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കരിഞ്ഞു പോകാതെയുള്ള ചിക്കൻ കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്ക് ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പെല്ലാം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നമുക്കിതിലേക്ക് ഇത് മൂടി വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നതെല്ലാം മീഡിയം ടു ഹൈ ആ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും വേണ്ട, മീഡിയം ടു ഹൈ ആണ് ഇപ്പോൾ വേണ്ടത്. നമുക്ക് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. കറിവേപ്പില നിങ്ങൾ എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത്ര കറിവേപ്പിലയാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചുകൂടി കറിവേപ്പില ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് വീണ്ടും നന്നായിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. എന്നിട്ടിപ്പോൾ ഇതിൻ്റെ പിന്നെയും നമുക്കിത് എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അത് ഇപ്പം തന്നെ നന്നായിട്ട് വറ്റി ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി കുറച്ചുകൂടി സമയം ഇത് തക്കാളി വേവുന്നവരെ നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൽ എണ്ണയെല്ലാം നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞ്. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ചുകൂടി കറിവേപ്പില നമ്മുടെ കയ്യിലുണ്ടല്ലോ, ആ കറിവേപ്പില കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ ഒരു മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പം തന്നെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഏതൊരു ആൾക്കും ഇത് വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കി തുടങ്ങുന്ന കുട്ടികളെല്ലാം ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. അതുപോലെ തന്നെ കൂടുതൽ മസാലയൊന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല. എല്ലാം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന മസാലകളെല്ലാം വെച്ചിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് 2-3 ദിവസത്തേക്ക് ഒട്ടും മോശമായി പോവില്ല. ഇത് നല്ല തണുപ്പുള്ള സ്ഥലത്താണ് വെക്കുന്നതെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, പുറത്ത് വെച്ചാൽ മതി. അതേസമയം നമ്മൾ ചൂടുള്ള സ്ഥലത്താണ് നിൽക്കുന്നതെങ്കിൽ നമുക്കിത് ഫ്രിഡ്ജിൽ നല്ല എയർടൈറ്റുള്ള പാത്രത്തിൽ അത് 1-2 പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓരോ പാത്രമായിട്ട് നമുക്ക് എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ചിക്കൻ റോസ്റ്റ് ചപ്പാത്തീൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും റൊട്ടീൻ്റെ കൂടെ അതുപോലെ തന്നെ റൈസ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ നോട്ടിഫിക്കേഷൻ ബാർ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്ന ബട്ടൺ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ഓർമ്മിക്കണേ. അപ്പോൾ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിട്ട് ഈസി ആയിട്ട് തയ്യാറാക്കാനുള്ള റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം മാത്രം.